എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള 4 തരം ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം ചീരയില കൊണ്ടുള്ളൊരു ഐറ്റമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും 1/4 ടീസ്പൂൺ ജീരകവും 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. സാധാരണ നമ്മൾ ചീരയൊക്കെ തോരൻ വെക്കുമ്പോൾ എപ്പോഴും ഒരേ ടേസ്റ്റിലല്ലേ വെക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ഒരു രീതിയിൽ ചീരയൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ അത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതെല്ലാം ഒരു പകുതിയോളം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഒരു പിടി തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്ത തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കളർ മാറി വരണം. ആ ഒരു സമയം വരെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് കളറ് മാറി മൂത്ത് വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതെല്ലാം കൂടി എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. ആ ഒരു മണമാണ് ഈ തോരന് കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ ഒരു പകുതി സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴണ്ട് കളറൊക്കെ മാറി വരുന്ന ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. പുളി ഇട്ട് കൊടുത്തതിന് ശേഷം അതും എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3-4 അല്ലി ചതച്ച വെളുത്തുള്ളിയാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ അത് ഇട്ട് കൊടുത്തതെല്ലാം നന്നായിട്ടൊന്നുകൂടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും അതും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതും അങ്ങ് കോരി വയ്ക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തണുത്ത് കിട്ടുമ്പോഴൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇനി വീണ്ടും ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കടുകും കറിവേപ്പിലയും മൂത്ത് വരുമ്പോൾ ഇതേപോലെ ഇത്രത്തോളം ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ ബൗൾ നിറയെ ചീര ഉണ്ടായിരുന്നു. വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അടച്ച് വെച്ച് കൊടുക്കേണ്ട, തുറന്നിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ചീരയില ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വാടി വെന്ത് വരും. അപ്പോൾ ആ സമയത്ത് ഇത്രയും ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചേർത്ത് കൊടുത്ത ചീര നന്നായിട്ട് വാടി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അരപ്പ് ഇനി ആ ഇലയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇനി അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇട്ട് കൊടുത്ത് അരപ്പൊക്കെ നമ്മൾ എല്ലാം മൂപ്പിച്ചെടുത്തതായതുകൊണ്ട് തന്നെ പച്ചക്കുത്തൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇതേപോലെ ഈ ഒരു പരുവത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചീരയൊക്കെ നമ്മൾ എപ്പോഴും ഒരേ ടേസ്റ്റിലല്ലേ വെച്ച് കഴിക്കുന്നത്. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് മാറി ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റേ അല്ല, നല്ല സൂപ്പർ ടേസ്റ്റ്. അടുത്തത് ചുരയ്ക്ക തൈര് കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കഷ്ണം ചുരയ്ക്ക എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പിന്നീട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കറി വയ്ക്കാൻ ചുരയ്ക്ക എടുക്കുമ്പോൾ അധികം മുറ്റാത്ത ചുരയ്ക്ക എടുക്കുന്നതാണ് നല്ലത്. മുറ്റിയതാകുമ്പോൾ അതിനകത്തെ കുരുവൊക്കെ ഒരുപാട് കട്ടിയുള്ളതായിരിക്കും. ഓരോ കഷ്ണവും ഇതുപോലെ 3-4 ആയിട്ട് കീറിയതിന് ശേഷം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത കഷ്ണങ്ങളെല്ലാം കൂടി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ഒരു തനി നാടൻ കറികളൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളകും കീറിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
അരയാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 5 6 അല്ലി വെളുത്തുള്ളിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 3/4 കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. വേകാൻ വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയമാകുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ഇതേപോലെ കീറിയിട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വേകാൻ വെച്ചിരുന്ന തക്കാളി ഇപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയമാകുമ്പോഴേക്കും കറിക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കറി ഇനി തിളയ്ക്കാതെ നോക്കിക്കൊള്ളണം. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. വളരെ സ്വാദിഷ്ടമായ ചുരയ്ക്ക തൈര് കറി റെഡിയായി കഴിഞ്ഞ് ഇനി ഒന്ന് താളിച്ചൊഴിക്കാം. എണ്ണ ചൂടായി കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിക്കുന്നതിൽ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കറിക്ക് നല്ലൊരു മണവും കളറും കിട്ടും. വളരെ സ്വാദിഷ്ടമായ ചുരയ്ക്ക തൈര് കറി ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. അടുത്തത് ചാളമീനും മാങ്ങയൊക്കെ ഇട്ടുള്ള ഒരു അവിയലാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. മീൻ ചിതമ്പലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഞാൻ മുള്ളൊന്നും എടുക്കാതെ ചെറിയ കഷ്ണങ്ങളായിട്ടിട്ടാണ് അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പം ഇതിൻ്റെ തലയുടെ മണ്ട ഭാഗം മാത്രം വെച്ചിട്ടുണ്ട്. ആ ചെകിളയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോടെ തന്നെ വെച്ച് അവിയൽ വയ്ക്കുകയാണ്. പച്ച മാങ്ങയൊക്കെ ഇട്ടാണ് ഞാൻ ഇതേപോലെ ഈ അവിയൽ തയ്യാറാക്കുന്നത്. അപ്പം എന്താ മീൻ നമ്മൾ എടുത്ത് വെച്ചിരുന്നെല്ലാം ഇതേപോലെ മുറിച്ച് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ ഒരു പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മാങ്ങയും അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതാ എരിവിന് വേണ്ടി 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം വലുപ്പത്തിൽ കീറി തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. കുറച്ച് ചെറിയ ഉള്ളി ഒരു 7-8 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതും ഇതേപോലെ വലിയ പീസസായിട്ട് മുറിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചേർത്ത് കൊടുക്കുന്ന ഉള്ളിയും മാങ്ങയും മുളകും ഒക്കെ നമുക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടത്തക്ക രീതിയിലാണ് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 മുതൽ 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും നുള്ളു ഉലുവയും കൂടെ ചേർത്ത് കൊടുത്ത് അവയെല്ലാം കരയ്ക്കുന്ന ഒരു രീതിയിൽ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ വേകാൻ വെച്ചിരുന്ന മീൻ പകുതിയോളം വെന്തിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ലേശം വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അരപ്പെല്ലാം കൂടി കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം. അരപ്പ് നന്നായിട്ടൊക്കെ ആവിയൊക്കെ കയറി ഇപ്പോൾ ഇതാ അവിയൽ നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് ഞാനിത് അടുപ്പിൽ നിന്നും മാറ്റുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ചെറിയ ചാള കൊണ്ട് ഇങ്ങനെ ഒരു അവിയൽ വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ചാള അവിയലൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ അത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ചാള കിട്ടുമ്പോൾ മാങ്ങയൊക്കെ ഇട്ട് ഈ ഒരു അവിയൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചോറിനാൻ വേറെ ഒന്നും വേണ്ട, ഈ ഒരു അവിയൽ മാത്രം മതിയാകും. അടുത്തത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയ ഉള്ളി തിരുമ്മിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞ് നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വലിയ വലിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് തയ്യാറാക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ ചോറുണ്ണൻ പിന്നെ നമുക്ക് വേറെ ഒരു കറികളുടെ ആവശ്യമില്ല. അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് കറി വയ്ക്കാനൊക്കെ മടിയുള്ള സമയത്തോ അല്ലെങ്കിൽ കറിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തോ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ അത്യാവശ്യം കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോ ഇതളുകളും ഇങ്ങനെ ഒന്ന് അടർത്തി മാറ്റിയെടുക്കാം.
ഓരോന്നും ഇങ്ങനെ അടർത്തിയെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. അത്യാവശ്യം വലിപ്പമുള്ള 2 പച്ചമുളക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പോളം വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം പുളി വേണം, എന്നാലേ ഇത് കൊള്ളാവൂ. അപ്പോൾ ഈ ഒരു രീതിയിലെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണ ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണ തന്നെ ചേർത്ത് കൊടുത്തോളൂ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 3-4 വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. എല്ലാം കൂടി മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാല ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഫ്ലെയിം നന്നായി സിമ്മിലാക്കി കൊടുക്കണം. ഇനി നല്ലതുപോലെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ മൂപ്പിച്ച് നമ്മൾ ചൂടോടുകൂടി തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഈ സമയത്ത് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് കഴുകി വൃത്തിയാക്കി ഉണങ്ങിയ എന്തെങ്കിലും പാത്രത്തിലേക്ക് ആക്കി കൊടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. ഇതിങ്ങനെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അത്യാവശ്യ ഘട്ടത്തിലേക്ക് നമുക്ക് കറികളൊക്കെ ഇല്ലാത്ത സമയത്തൊക്കെ എടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.